ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചർ കൂടി ഈ ഘട്ടത്തിൽ ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശശികല ടീച്ചർ, നമ്മൾ ഈ ശബരിമലയിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെയും പിന്നീട് 22-ാം തീയതി ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ആ സമ്മേളനം, അതിൻ്റെയൊക്കെ മുന്നോടിയായി 2018-19 കാലയളവിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അയ്യപ്പ ഭക്തർക്ക് എതിരെ എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ ഈ പഴയ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന ഘട്ടത്തിൽ അതിൽ ടീച്ചറുണ്ട്. കാരണം അന്ന് ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങളിൽ ഒരാൾ ടീച്ചറാണ്. ടീച്ചറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് കേരളത്തിലെ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടങ്ങളിലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നത്? ഇവിടെ ആ കാലഘട്ടത്തെ ഓർമ്മകൾ അത് വീണ്ടും നമുക്ക് പുറത്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ വേദനാജനകമാണ് എന്നാണ്. കാരണം അത്രമാത്രം നമ്മളന്ന് അനുഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തിപരമായി കിട്ടുന്ന അനുഭവങ്ങളല്ല, അതിലപ്പുറമായിട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ഓരോ ഭക്തരുടെയും മനസ്സിലുണ്ടായ ആധി, അന്ന് ആളുകളുടെ ഒഴുകിയ കണ്ണീര്, അതൊക്കെ ഇപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും പ്രതിസന്ധി ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്നാണ് ആ കാലഘട്ടത്തിൽ തോന്നിയത്. അപ്പൊ അന്ന് സന്നിധാനത്ത് നിന്ന് എന്നെയൊക്കെ സന്നിധാനത്തേക്ക് പോകാൻ സമ്മതിക്കാതെ വ്രതമെടുത്ത് കെട്ടെടുത്ത് പോയ എന്നെ മരക്കൂട്ടത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യാതൊരു നീതി നിയമവും പാലിച്ചപ്പെട്ടിട്ടില്ല. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അർദ്ധരാത്രി എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നുപോലും, ഇവിടെയുള്ള നിയമവ്യവസ്ഥയിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ ഒന്നുപോലും പാലിക്കാതെയാണ് അന്ന് അറസ്റ്റ് നടന്നത്. 6-7 മണിക്കൂർ നേരത്തെ സന്നിധാനത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തി, മല കയറി അവിടെ എത്തി അത്രയും നേരം നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റാത്ത വിധത്തിൽ നിന്ന് അതിനുശേഷം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അതിന് വനിതാ പോലീസുകാരെ കൂട്ടി എന്നെ കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് ഒരു ശരിക്കും പറഞ്ഞ 1-1.5 കിലോമീറ്റർ ദൂരം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാന്ന് പറഞ്ഞാൽ ദൂരേക്ക് കൊണ്ടുപോയി. എന്തോ ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്ന് അപ്പൊ നമുക്കറിയില്ല. അവിടെ നിന്നുകൊണ്ട് വലിയ പോലീസ് സന്നാഹം വരുന്നത് വരെ ആ ടോയ്ലറ്റിനകത്ത് തന്നെ അവിടെ നിർത്തി വനിതാ പോലീസുകാർ. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് വലിയൊരു സംഘം പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യാണ് പറഞ്ഞത്. എന്റെ മനസ്സിന്റെ ധൈര്യം അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് എന്നെ അറസ്റ്റ് ചെയ്താൽ, കാരണം എന്റെ കെട്ടിയിരിക്കണത് അവിടെയാണ്, അവിടെ പോയി എന്നെ എന്തും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അവിടെ പെട്ടെന്ന് മാധ്യമങ്ങളും കൂടി വന്നുകൊണ്ട് ആ ടോയ്ലറ്റിനകത്ത്, അല്ലെങ്കിൽ ആരും അറിയാതെ കൊണ്ടുപോയി എന്തോ ചെയ്യാനുള്ള സംവിധാനത്തിലായിരുന്നു. കാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ, ഒരു ടോയ്ലറ്റിന്റെ മുന്നിൽ വന്ന, അല്ലെങ്കിൽ ആരും അറിയാതെ, എന്റെ കൂടെ വന്ന അയ്യപ്പന്മാരില്ല, ആരും അറിയാത്ത വിധത്തിൽ ഒറ്റയ്ക്ക് എന്നെ കൊണ്ടുപോകാനുള്ള സംവിധാനമായിരുന്നു. അവിടേക്ക് മാധ്യമങ്ങൾ വന്നതുകൊണ്ട് അത് നടന്നില്ല. അതിനുശേഷമാണ് മരക്കൂട്ടത്ത് വന്ന് പിന്നെ ഇവിടെ കൂടിയാലോചനയൊക്കെ നടന്ന് വീണ്ടും മണിക്കൂറുകൾ എടുത്തിട്ടാണ് പിന്നെ പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ചെയ്യുമ്പോൾ പോലും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചില മര്യാദകളുണ്ടല്ലോ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എന്താണ് സംവിധാനം, ഇതൊക്കെ കൂടെയുള്ളവരോടെങ്കിലും പറയണ്ടേ. കൂടെയുള്ളവരോട് ഒന്നും പറയാതെ അവരെ ആരെയും കയറാൻ സമ്മതിക്കാതെ, ഞങ്ങൾ ഒപ്പമാണ് കളിക്ക് പോകുന്നത്, എന്റെ കൂടെയുള്ള ഒരാളെ പോലും കൂട്ടത്തിൽ വരാൻ സമ്മതിക്കാതെ അവരെയൊക്കെ ബലാത്കാരേന പിടിച്ചു മാറ്റിയെന്ന് ചെയ്തത്. അങ്ങനെയാണ് പിടിച്ചു കൊണ്ടുപോയത്. അത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പമ്പ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ല. തൊട്ടടുത്ത് അവിടെ പമ്പയുടെ താഴത്തേക്ക് ഇറങ്ങിയത് ആ പമ്പ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയില്ല. അവിടെ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ഒരു വിവരവും ഇല്ലാതെ കൊണ്ടുപോയി പമ്പയിൽ നിന്ന് വളരെ ദൂരെ മാറി ഇത്തരത്തിൽ വണ്ടി മാറ്റി കയറ്റുമ്പോൾ ആകെ എനിക്കുള്ള ആശ്വാസം, ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവദൂതനെ പോലെയാണ് എനിക്ക് അവിടെ ജനം ടിവിയുടെ അരുണിനെ കണ്ടത്. ആ ഒരു പിന്നെ അല്ലെങ്കിൽ ആ ഒരു ജനമെന്ന് എഴുതിയ ഒരു ക്യാമറ കണ്ടതുകൊണ്ട് ഞാൻ എന്നെ എവിടേക്കോ കൊണ്ടുപോകുന്നു എന്ന് പുറം ലോകം അറിയിക്കാൻ ഒരാളുണ്ടായി എന്നുള്ളൊരു ധൈര്യമാണ് എനിക്ക് പിന്നെ ഉണ്ടായത്. കാരണം അതല്ലായിരുന്നെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത്രയും നെറികേടുകൾ, 5 ജീവനുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. ഒരു പക്ഷെ അതിനേക്കാളൊക്കെ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആള് തന്നെയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് അവർക്ക് ഡെഡ് ബോഡി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എന്തോ ദുരുദ്ദേശത്തിൽ തന്നെയായിരുന്നു ആരെയും അറിയിക്കാതെ കൊണ്ടുപോയത്. അതൊരു പക്ഷേ സാധിക്കാതിരുന്നത് ജനം ടിവിയുടെ ആ സമയം എങ്ങനെയാണ് അവർ അവിടെ എത്തിയത് എനിക്കറിയില്ല. മറ്റൊരു മാധ്യമം അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അതൊരു പക്ഷേ ഒരേ വേവ് ലെങ്ത് ഉള്ളത് കൊണ്ടാണോ എന്താണോ സംഭവിച്ചതെന്ന് അറിയില്ല. എനിക്ക് ആ ഒരു ജനമെന്ന് എഴുതിയ ഒരു പിന്നെ ഫോണും അല്ലെങ്കിൽ അരുണിനെയും കണ്ടപ്പോൾ ഉണ്ടായ ഒരു ആശ്വാസം, അത് അത്രയും വലിയൊരു ആശ്വാസം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും നെറികെട്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് 10-12 വർഷം വിവാഹം കഴിഞ്ഞ് 10-11 വർഷത്തിന് ശേഷം ഉണ്ടായ എന്റെ കുട്ടികളെ അവർക്ക് ചോറ് കൊടുക്കാനാണ് ശബരിമലയ്ക്ക് പോയിരുന്നത്. അതുപോലും അവര് മര്യാദയ്ക്ക് സമ്മതിക്കാതെ അതിനും വഴിക്ക് വെച്ച് സീനുകൾ ഉണ്ടാക്കിയും അല്ലെങ്കിൽ പിന്നെ ഭീഷണിപ്പെടുത്തിയും ആ കുട്ടികളുടെ ചോറൂന്ന് പോലും ഒരു മനസമാധാനത്തോടെ, അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭഗവാന്റെ മുന്നിൽ അന്നം തേക്കുകയാണ്. അതുപോലും ഇരട്ട കുട്ടികളാണ് എന്റെ മൂത്തമ്മന്റെ. ആ കുട്ടികൾക്ക് മനസമാധാനത്തോടെ വായിലൊരു അന്നം തേച്ചു കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ വഴിനീള ഭീഷണികളും
അല്ലെങ്കിൽ ഭീകരതയും ടീച്ചർ ആ ഘട്ടത്തിൽ ഈ അന്നത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞത് ജനം ടി വി ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നായിരുന്നു. ജനം ടി വി അവരുടെ മുഴുവൻ യൂണിറ്റുകളും സന്നിധാനത്തെത്തിച്ച് പ്രശ്നമുണ്ടാക്കുന്നു എന്നൊക്കെയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതൊക്കെ ടീച്ചർക്ക് ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ടിവിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം അവരുടെ ദുരുദ്ദേശങ്ങൾ നടക്കാതെ നോക്കിയത് ജനം ടി വിയാണ്. മറ്റു മാധ്യമങ്ങളൊക്കെ അവർ കൊട്ടിയ താളത്തിന് തുള്ളുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കോറസ് പാടിയപ്പോൾ ജനം ടി വി മാത്രമാണ് ഭക്തരോടൊപ്പം നിന്നത്. ജനം ടി വിയാണ് ഭക്തരുടെ ജീവന് പോലും രക്ഷയായിട്ട് പല ഘട്ടത്തിലും നിന്നത്. അതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ വൃത്തികേടുകൾ അത്രയും കാട്ടിയവർ ഇപ്പൊ അതിലും വലിയ അശ്ലീലമാണ് ഈ നടത്താൻ പോകുന്ന അയ്യപ്പ ഭക്ത സംഗമം. ആ ചെയ്തതൊക്കെ വേണമെങ്കിൽ അവർക്ക് അവരുടെ പ്രത്യയശാസ്ത്രം കൊണ്ട് ന്യായീകരിക്കാം. ഞങ്ങൾ ദൈവവിശ്വാസികളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ മതവിശ്വാസത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ് ആ ചെയ്തത് എന്ന് എന്തെങ്കിലും ഒരു ന്യായീകരണം എന്ന് പറയാൻ സാധിക്കും. ഇത് ദൈവവിശ്വാസികളല്ല, ഗണപതി അടക്കം മിത്താണ് എന്ന് പറയുന്നവര്, ശബരിമലയിലെ ആചാരം ലംഘിക്കാൻ ശ്രമിക്കുന്നവര്, അവർക്ക് അയ്യപ്പൻ എന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കാനുള്ള അർഹതയില്ല എന്നുള്ളതാണ് വസ്തുത. അയ്യപ്പൻ എന്ന അക്ഷരം അവർ ഉച്ചരിച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപമാണ് അവരാ ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ അന്ന് ചെയ്തതിനേക്കാൾ വലിയ നെറികേടും അശ്ലീലവും അക്രമവുമാണ് ഇപ്പൊ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വളരെ നന്ദി ശ്രീമതി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനും.